സ്തോത്രം ചെയ്യുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ സ്നേഹവന്ദനം. സമയം അവൻ വളരെ പറന്നു പോയിരിക്കുന്നു. എങ്കിലും അല്പനേരം ദൈവത്തിന് അവനെ ചിന്തിക്കാം. ഈ വർഷം ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ഇത് ക്രിസ്തുവാകുന്ന തലയോളം വളരുന്ന ഒരു വർഷം. ഈ വർഷത്തെ ചിന്ത തന്നെ ഇതാണ്: ഇയർ ഓഫ് സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റി. ആത്മീക വളർച്ചയുടെയും പക്വതയുടെയും ഒരു വർഷം. പക്വത എന്ന് പറയുന്നത് ക്രിസ്ത്യ ജീവിതത്തിന്റെ പക്വതയില്ലാതെ ഒരു ക്രിസ്ത്യ ജീവിതം നയിച്ചാല് അത് ഒരു കഴിവില്ലാത്ത ജീവിതമായിരിക്കും. അവൻ ക്രിസ്ത്യ ജീവിതത്തിലെ പക്വത വചനത്തിൽ കൂടി ക്രിസ്തുവിനെ കണ്ട് മാത്രമേ അത് സ്വായത്തമാക്കാൻ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, അത് സ്വായത്തമാക്കിയാൽ എവിടെ വരെ വളരണം? നമ്മുടെ വളർച്ച സൈഡിലോട്ട് പടർന്നു വന്നിരിക്കുന്നതല്ല ഇപ്പൊ വിഷയം. ക്രിസ്തുവാകുന്ന തലയോളം എന്ന് ആ ചിന്ത ഇരിക്കട്ടെ. വചനത്തില് നമ്മുടെ വചനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്. ഞാൻ എല്ലാ വർഷവും ഓരോ വർഷത്തെ ദൂത് വരുമ്പോൾ ഇതിനു മുമ്പ് പ്രസംഗിച്ച കാര്യമാണെങ്കിലും അതാത് വർഷങ്ങൾ വരുമ്പോൾ അത് അതിനനുസരിച്ച് രൂപാന്തരപ്പെടും. ആമേൻ, സ്തോത്രം. വചനം. അപ്പം നമ്മൾ വളർച്ചയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കൃഷിയിലേക്ക് നമുക്ക് പോകാം. കൃഷിക്കാരായിട്ടുള്ള അനേകം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഒരു വളർച്ച അല്ലെ ഒരു ചെടിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യത്തെ കാര്യം എന്തുവാ നമ്മുടെ മനസ്സിൽ വേര് വരണേ വല്ലതും വേണ്ട. വിത്ത് 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 വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലേ? നല്ല വിത്ത് അല്ലെങ്കിൽ എന്ത് പറ്റും? മുരടിച്ചു പോകാം, പുഴുക്കുത്തുണ്ടാകാം. വിത്ത് നല്ലതായിരിക്കണം, അല്ലേ? വിത്ത് നല്ലതായിരിക്കണം. വിത്ത് നല്ലതല്ലെങ്കിൽ പിന്നെ പ്രതിസന്ധിയാണ്. ദൈവനം പഠിക്കുമ്പോൾ ഈ വർഷം നമ്മുടെ താക്കോൽ വാക്യം നമുക്കറിയാം. എഫെസ്യ ലേഖനം 4:15-16 അത് പറയുന്നത് അവൻ സ്വന്തം ചെയ്യുന്നു. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. ഒത്തോടെ സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. സത്യം സംസാരിക്കുന്ന ഒത്തിരി പേരുണ്ട്, സ്നേഹത്തിലല്ല. ഒരാളോട് സത്യം പറയുമ്പോൾ നമ്മുടെ ലക്ഷ്യം അവരുടെ ഗ്രോത്ത് ആയിരിക്കും, വളർച്ചയായിരിക്കും. അവനെ ഇടിച്ച് താഴ്ത്തുകയോ അവനെ തോൽപ്പിക്കുകയോ അവൻ തെറ്റാണ് സ്ഥാപിക്കുകയോ ഒന്നുമല്ല നമ്മുടെ ലക്ഷ്യം. അവൻ പണിയപ്പെടണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് എവിടെ വരെ വളരണം? ക്രിസ്തുവാകുന്ന തലയോളം. പിന്നെ അടുത്ത് പറയുന്നത് എല്ലാം അവൻ സ്വന്തം മാംസവും എല്ലാ പേശിയും ചേർന്ന് നമ്മൾ ഒരുമിച്ച് വളരാൻ ഇടയാകും. ഒരാമത്തെ വാക്യം അതാ. അങ്ങനെ നാം വളരുമ്പോൾ വളർച്ച, സഭയ്ക്ക് ഒരു വളർച്ച വേണം. ഒരു കാര്യം എപ്പോഴും ഓർത്തോണേ, ആൾക്കൂട്ടമല്ല വളർച്ച. അത് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാ ബൈബിള് പറയുന്നത് നാശത്തിലേക്ക് പോകുന്ന അതിലൂടെ പോകുന്നത്. കർത്താവ് ക്വാണ്ടിറ്റി അല്ല നോക്കുന്നത്, അത് വളരെ ശ്രദ്ധിച്ചോണം. ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ വളരണമെങ്കിൽ പ്രധാനപ്പെട്ട കാര്യമാണ് വിത്ത്. എന്താണ് വിത്ത്? ദൈവം പഠിക്കുമ്പോൾ നോക്കണം, നമ്മളൊക്കെയും വിത്ത് വീണ് ജനിക്കുന്നവരാ. ബൈബിൾ പറയുന്നു ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ്, അല്ലേ? വീണ്ടും ജനിക്കാൻ ഒരു വിത്ത് വേണം. നിങ്ങളൊക്കെയും ജനിച്ചവരാ. യു ഓൾ വർ ബോൺ, അല്ലേ? നിങ്ങളുടെ അപ്പന്റെ വിത്ത് അമ്മയിൽ കടന്നിട്ട് നിങ്ങൾ രൂപപ്പെട്ടു. സ്വന്തം നിങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞതുപോലെ ഒരു വിത്ത് ഇല്ലാതെ ദൈവപൈതലും എന്ത് ചെയ്യത്തില്ല, ജനിക്കത്തില്ല. അപ്പോൾ എന്താണ് വിത്തെന്ന് ബൈബിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ബൈബിൾ പഠിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 8:11 വായിച്ചാൽ 8:11 ഇതെന്തുകൊണ്ടാണ് പഠിപ്പിക്കുന്ന നോക്കണം. നിങ്ങൾ കേൾക്കുന്ന വചനം വിത്ത് കറക്റ്റ് അല്ലേ നിങ്ങളുടെ വളർച്ച പോക്കാം. ശ്രദ്ധിച്ചോണം, ഇതൊരു വലിയ മർമ്മമാണ്. ഏത് കൃപയുള്ള വാസ് പഠിപ്പിച്ചാലും, എത്ര PhD എടുത്ത വാസ് പഠിപ്പിച്ചാലും, വീഴുന്ന വിത്തിനകത്ത് വിഷമുണ്ടേ പോക്കാം. വീഴുന്ന വിത്തിനകത്ത് മായമുണ്ടേ. അതുകൊണ്ട് ബൈബിൾ അതുകൊണ്ട് നമ്മൾ ഈ വചനത്താൽ പറയുമ്പോൾ ബൈബിൾ വളരെ കർക്കശമായിട്ട് അത് പഠിക്കണം. നോക്കാം, ഉൽപ്പത്തി മുതലേ നമ്മൾ ചിന്തിച്ചത് കാണാൻ പറ്റും. വായിച്ച 8:11 ഉപമയുടെ പൊരുളോ? യേശുവിനോട് ചോദിച്ചു, എന്തുവാ ഈ വിത്ത്? ശിഷ്യന്മാർ ചോദിച്ചു. യേശു പറയാ, ഉപമയുടെ പൊരുളോ? ശ്രദ്ധിച്ചോ, വിത്ത് എന്താണ്? ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ വചനമാണ് വിത്ത്.
അവൻ സ്വന്തം ചെയ്യുന്ന ബൈബിൾ കയ്യിലെടുക്കുന്ന സാധനം പലപ്പോഴും കണ്ണ് കാണാൻ വയ്യാത്തതുകൊണ്ട്. പക്ഷെ എത്ര കഴിഞ്ഞാൽ അവന് കൈ ബൈബിൾ ഉണ്ടായിരിക്കുന്ന അത്യന്താപേക്ഷിതമാണ്. അത് പാസ്റ്ററാണെങ്കിലും അവൻ സ്വന്തം ചെയ്യുന്ന ഏത് ഐപാഡ് ഉപയോഗിച്ചാലും ഏത് ഫോൺ ഉപയോഗിച്ചാലും ബൈബിൾ കൈ വേണമെന്ന് എന്റെ ആഗ്രഹം. അത് അങ്ങനെ തന്നെയാണ്. അവൻ സ്വന്തം പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറില്ല. കാരണം കണ്ണ് കാണാൻ വയ്യാത്തവന് ചിലപ്പോൾ എടുക്കുന്ന കണ്ണാടി ഉപയോഗിക്കാൻ മടിയോളം എടുക്കുന്ന. പക്ഷെ വചനം ഇത് ഈ വിത്ത് വീഴുന്നത് കറക്റ്റ് അല്ലേ പോകാം. നിങ്ങൾ ഓർക്കണം, ഇതേ വിത്തല്ലേ എല്ലാ സംഘടനക്കാരും പ്രസംഗിക്കുന്ന അല്ലേ? പിന്നെ നമ്മുടെ ചർച്ച് ഓഫ് ലേറ്റർ ഡേ സയൻസ് അവരുടെ വിത്ത് വ്യത്യസ്തമാണ്. അത് ജോസഫ് സ്മിത്തിന്റെ വേറെ പുസ്തകമാണ്. അല്ലാതെ കത്തോലിക്ക സഭയാണെങ്കിലും ഓർത്തഡോക്സ് സഭയാണെങ്കിലും അവൻ സ്വന്തം ചെയ്യുന്നു, പ്രൊട്ടസ്റ്റന്റ് സഭയാണെങ്കിലും ഏത് സഭ എടുത്താലും വിത്ത് ഏതാ? പക്ഷെ വിഷയം ഇതാ, ഈ വചനം തന്നെ വെച്ചാണ് അവരുടെ ടീച്ചിങ് ഓരെന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു കാര്യം ഓർക്കണം, ഒറ്റ വാക്യം പിടിച്ചൊരു ഉപദേശവും സ്ഥാപിക്കാൻ ഒരാൾക്കും പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ എപ്പോഴും പഠിപ്പിക്കും, പഴയ നിയമം വേണ്ടാന്നൊരിക്കലും ആരും പറയില്ല. കാരണം പഴയ നിയമം ഇല്ലാതെ പുതിയ നിയമം സ്ഥാപിക്കപ്പെടത്തില്ല. പുതിയ നിയമത്തിന് അസ്തിത്വം ഉണ്ടാണ്, പഴയ നിയമത്തിന്റെ ബേസിൽ ഇല്ലെങ്കിൽ. കാരണം യേശു ദൈവപുത്രനാന്ന് തെളിയിക്കണേ പഴയ നിയമം വേണം, ഇല്ലാതെ തെളിയിക്കാനായിട്ട്. രക്ഷയെക്കുറിച്ച് പഠിപ്പിക്കണേ പഴയ നിയമം വേണം. ആമേൻ സ്വന്തം ആലയത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഇനിയും കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ഈ ജനുവരിയില് ലാസ്റ്റില് ഒരു ചർച്ചില് അവൻ സ്വന്തം ടാബർനാക്കിളിനെ കുറിച്ച്, സമാപന കൂടാരത്തെ കുറിച്ച് ഒരു ഷോ ഉണ്ട്. ഞങ്ങള് ഇംഗ്ലീഷ് അവൻ കുഞ്ഞുങ്ങളുടെ കൂട്ടായ്മ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കാണാൻ. കാരണം പഴയ നിയമത്തിൽ കാണിക്കുന്ന ഓരോ സിംബൽസും, എല്ലാ പെരുന്നാളുകളും, എല്ലാ അവൻ പുരോഹിതനെ തന്നെ എടുത്താല് അവന്റെ വസ്ത്രങ്ങള് എല്ലാം പോയിന്റ് ചെയ്യുന്ന എങ്ങോട്ടാണെന്നറിയാമോ? ക്രൈസ്റ്റ്. അൾട്ടിമേറ്റ് നമ്മളിൽ മർമ്മം വിളിക്കും അമ്പരക്കും. കാരണം 360 ഡിഗ്രിയിൽ ക്രൈസ്റ്റ് ആരാണോ വിത്തല്ലേ? ആദിയിൽ വചനമുണ്ടായത്, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. 1:14 യോഹന്നാൻ 1:14 ആ വചനം ജനമെടുത്ത് നമ്മുടെ മധ്യത്തിൽ. നീ ജനിക്കുന്നത് ക്രിസ്തുവിൽ നിന്ന്, വളരുന്നത് ക്രിസ്തുവിലേക്ക് നീ ചെയ്യുന്നു. എന്റെ അർത്ഥം നീ ഇതിനകത്തായിരിക്കും. ഇത് വിട്ട് നിനക്കൊരു പരിപാടി. അത് ഏത് പാസ് അപ്പോഴുണ്ട്, എപ്പോ ഓർത്തോണം, ഏത് പാസ്റ്റ് പഠിപ്പിച്ചാലും നീ വചനം എടുത്തിട്ട് ഉറച്ചു നോക്കണം. ഇത് അങ്ങനെയാണോ അതോ പുള്ളിക്ക് ഹൈപ്പ് കയറി അങ്ങ് പഠിപ്പിക്കുന്നതാണോ? ഒത്തിരി പേര് ഹൈപ്പ് കയറി പഠിപ്പിച്ച ഒത്തിരി പേരുണ്ട്. ഈ അമേരിക്കയിൽ എത്ര കൾട്ടുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ടെക്സസിലെ ഒരു കൾട്ട് ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് ആൾക്കാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ട് യേശു വരുന്നു നോക്കി കാത്തിരുന്ന് അവസാനം എല്ലാം കൂടെ കൂട്ടാത്മഹത്യ ചെയ്ത പരിപാടികളുണ്ട്. അവരെ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല ആരും. ഇതുപോലെ എത്ര ആഫ്രിക്കയിലുണ്ട്, എത്ര സ്ഥലങ്ങളിൽ. ഇപ്പൊ ഓരോ മനുഷ്യർ കാണിക്കുന്ന കോപ്രായങ്ങൾ ഭയങ്കര. ഇതെങ്ങനെ ഇമാര് കാണിക്കും നമുക്കറിയത്തില്ല. പക്ഷെ ഇതെല്ലാം പിടിച്ചിരിക്കുന്ന ഇതിനകത്തൊന്നും അറിയാമോ? അതുകൊണ്ട് പകൽക്കാലം മാത്രം വിത്ത് ഇമ്പോർട്ടന്റ്. യേശു പറഞ്ഞു ഉപമയുടെ കാര്യമുണ്ട്. വിത്തിന്റെ സാരം എന്താണ്? അത് ദൈവത്തിന്റെ വചനം. ആമേൻ സ്വത്രം ചെയ്യുന്നു. അത് നല്ല നിലത്ത് വീണാൽ ശ്രദ്ധിച്ചോടെ. പഠിക്കും ഓരോ മാസം പഠിക്കാൻ പോകുമ്പോൾ ഇത് വീഴുന്ന ഇടമൊക്കെ വളരെ ക്ലിയർ ആയിരിക്കണം. ഇല്ലെങ്കിൽ വളർച്ച ശരി. ഇത് നല്ല വിത്തിട്ടാലും എന്ത് ചെയ്യത്തില്ല. ആ മർമ്മങ്ങൾ ശ്രദ്ധിച്ചോണം. കേട്ട വിത്തിന്റെ കുഴപ്പമായിരിക്കത്തില്ല, നിന്റെ നിലം എങ്ങനെയാണെന്ന്. അതുകൊണ്ടെന്നാൽ നമ്മൾ പാടിയോ, ആത്മനിലങ്ങളെ ഒരുക്കിടുന്നു സ്വർഗ സിയോനിലെ വിത്ത് വിതയ്ക്കാൻ. വിത്ത് വിതച്ച നല്ലവണ്ണം അത് 30, 60, 100 മേനി ചിന്തിക്കണം. എന്നോട് കൂടെ നിങ്ങൾ നടന്ന ഈ വചനം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കായിട്ട് സമയമില്ലാത്തതുകൊണ്ട് അവർ 9 മണിയായി. അവൻ സ്വന്തം ചെയ്യുന്നു. ഇനി വിത്തിനകത്ത് ഒത്തിരി കാര്യമുണ്ട്. ദീപൻ വെച്ചെങ്കിൽ അടുത്ത ആഴ്ച വേറെ പാസ്റ്റ് ഉണ്ട്. പലപ്പോഴും സമയം കിട്ടാറില്ല പറയാനായിട്ട്. ഈ വിത്തിനകത്ത് പല വിഷയങ്ങളുണ്ട്. ശ്രദ്ധിച്ചോണം. യേശു നമ്മെ പഠിപ്പിക്കുമ്പോൾ, പല കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ തന്നെ ഓർപ്പിച്ചു. അതുപോലെ 1 പത്രോസ് അവൻ 1:22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളില് അവൻ സ്വന്തം ഒന്ന് വായിക്കാമോ? 1 പത്രോസ് 1:22 മുതൽ 25 വരെ. എന്നാൽ സത്യം അനുസരിക്കുക, നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രതിക്ക് നിർമ്മലീകരിച്ചിരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം, സത്യം. നമ്മൾ സ്നേഹത്തിൽ എന്തോ സംസാരിക്കണം. സത്യം എന്താണ്? വചനം.
ഈ സത്യത്തിൽ കൂടി നിങ്ങളുടെ ഹൃദയത്തെ എന്ത് പറ്റും? ഇപ്പോൾ നിങ്ങൾ കേട്ട വചന നിമിത്തം നിങ്ങൾ ശുദ്ധി. ഈ മർമ്മങ്ങളൊക്കെ വെറുതെ പറഞ്ഞാൽ ഇത് കേട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇന്ന് രാത്രി നിങ്ങൾക്ക് നിങ്ങളെ ശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ രക്തം കഴുകി ശുദ്ധീകരിക്കും. പക്ഷേ ഈ വചനം ശ്രദ്ധയോടെ ഉറക്കം തൂങ്ങാതെ കേട്ടാൽ നിങ്ങളെ ക്ലീൻ ആക്കും. അപ്പോൾ ഇപ്പൊ വായിച്ചെന്ത് വരുന്നു? സത്യം അനുസരിക്കുക. ഇത് അനുസരിച്ചാൽ ശുദ്ധീകരണമുണ്ട്. ഇതൊക്കെ ഇത് വിത്താന്നോർത്തോളാം. സത്യം വിത്ത്. അതാണ് വായിച്ചു. നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്ക്. അപ്പോൾ ഈ വിത്തിന്റെ ഒരു പ്രത്യേകത, ഒത്തിരി ടൈപ്പ് സഹോദരപ്രീതിയുണ്ട്. നക്കിക്കൊല്ലുന്ന സഹോദരപ്രീതിയുണ്ട്. പക്ഷെ കുത്തിപ്പുറം കത്തിയും ഉണ്ടെന്ന് ഓർത്തോളൂ. ഇതിന്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് നിർവ്യാജമാണ്. ഈ സ്നേഹം കാണിക്കുന്നതിന് പുറകിലൊരു ലക്ഷ്യം കാണത്തില്ല. ഇന്ന് ഒത്തിരി സ്നേഹങ്ങളുണ്ട്. പാസ്റ്റർമാരുടെ സ്നേഹം ഭയങ്കര. കാരണം എന്തോ സഭ വിട്ടു പോകല്ലേ. കാരണം പൈസ അവിടെ വീണം, ആള് വേണം, ബിൽഡിംഗ് അടച്ചു പോകണം. എന്റെ യേശു പറഞ്ഞു സുവിശേഷം പോകുമ്പോ പൊക്കണം എടുക്കരുത്, മനുഷ്യനെ എടുക്കരുത്, 2 ഡ്രസ്. ഇന്നത്തെയോ നിങ്ങൾ കേൾക്കുന്ന പോകുന്ന സഭകളിലെ സുവിശേഷം വേണ്ടെന്നേതൊന്നും സുവിശേഷം അറിയിക്കാൻ. ഈ പിന്നീട് അവന്റെ സാമ്രാജ്യം കെട്ടാണ് അത് വേണ്ടത്. അന്നേരം പിന്നെ തമ്മിലടി, പിന്നെ കമ്മിറ്റി, പിന്നെ പ്രശ്നം. എന്നോട് കൂടെ നടന്നാൽ സത്യം പറഞ്ഞ വചനം ക്ലിയറാണ്. യേശുവിന് ഇതൊന്നും വേണ്ട. പോയി വചനം സിമ്പിളായി എന്നിട്ട് കത്തിപ്പെടണം വീടുകളിലേക്ക്. ഇനി വായിച്ചോ. സഹോദരപ്രീതിക്കായിട്ട് നിർമ്മലീകരിച്ചിരിക്കുന്നുണ്ട്. ഏതാ ഈ സത്യമാണ് നിങ്ങളെ നിർമ്മലീകരിക്കുന്നത്. ഈ വചനം. ഈ വചനം നമ്മൾക്ക് കൊതി വേണം. വചനം ഈ മിറക്കിളോ അത്ഭുതമൊക്കെ നല്ല കാര്യമാ. പക്ഷെ അത് നിന്നെ ശുദ്ധീകരിക്കത്തില്ല. നിന്നെ ഹൈപ്പാക്കത്തേ ഉള്ളൂ. ഭയങ്കര എക്സൈറ്റ്. പക്ഷെ എന്തുകൊണ്ട് ഉള്ളു തൊലിച്ചോലേ ഉള്ളൂ. ഇതുകൊണ്ട് നാളെ പ്രസവത്തിന് പോകുമ്പോൾ അതിനെ ഏൽപ്പിക്കത്തേയില്ല. ഈ വചനം ജീവനും ഇരുവായത്തിലുള്ള ഏത് പ്രാണനെ സദ്യമജകളെ വേർപിടിക്കുമ്പോൾ സർജറി നടത്തുന്ന നിന്റെ ട്യൂമറുകളെ കണ്ടിച്ചു കളയുന്ന ഡോക്ടർമാരുടെ കത്തിക്ക് പോകാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പ്രാണനെയും സന്ധിമറ്റുകളെയും. നിന്റെ പ്രാണൻ ആത്മാവൊരുക്കമുള്ളതാണ്. ജഡം ഇതങ്ങോട്ട് പോയിട്ട് ജഡവും പ്രാണൻ നമ്മളെ ആ കണക്ഷനെ കട്ട് ചെയ്യും. അന്നേരം ഏത് തളച്ചാൽ തുള്ളിച്ചാടുന്ന കാണാം. നീ ഇപ്പോഴും ഓർമ്മയുണ്ട്, പി എ തോമസിന്റെ കഥാദാസൻ ഉണ്ടായിരുന്നു. ഷുഗർ പിടിച്ച് കാലുവെല്ലാം മുറിച്ചിട്ട് ഈ പുലി എടുത്തോണ്ട് എങ്ങനെയോട്ട് മേശപ്പെട്ടുകൂടാ ഇരുത്തുന്നേ. ഇവരോട് വളരെ പ്രസംഗിച്ചു വന്ന് കഴിയുമ്പോ നിർത്തിയ അതിന് കാരണം എന്തെന്നറിയാമോ? ഈ വചനമാകുന്ന കത്തിയില്ലേ നിന്റെ വേദനകളെയും നിന്റെ പ്രാണന്റെ കുറവുകളെയും മുറിച്ചിട്ട് നിന്നെ സ്വതന്ത്രമാക്കും. ഈ ലോകത്തിന്റെ കഷ്ടങ്ങളും ജഡത്തിന്റെ ബലം നിന്നെ സമയം കടന്നു പോകുന്നതുകൊണ്ട് കർത്താവിന് ഞാൻ എന്തെങ്കിലും പറയാം. ഇനി ഒരു ഇതോർത്ത് പ്രധാനമായിട്ട് വിഷയം അടുത്ത വാക്യം ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പി. അടുത്തത് ഇടുന്ന ബീജത്താൽ. ഈ വിത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെയൊക്കെ വിത്ത് വളരാനിട്ട് കഴിഞ്ഞാൽ കെട്ടുപോകും അല്ലേ? കട്ടകളുടെ ഇടയിൽ കിടന്ന് അട്ടുപോകുന്ന വിത്ത. ഈ വചനമാകുന്ന വിത്ത് കിടുന്നതല്ല. ഒരപ്പന്റെ സ്പേമാണെങ്കിൽ അതിന് ജീവിക്കാൻ ഇത്ര സമയമുണ്ട്. അത് കഴിയുമ്പോൾ അത് അട്ടുപോകും. ഈ ഭൂമിയിലെ വിത്തുകളാണെങ്കിൽ ഒരു ടൈമുണ്ട്. അത് കഴിഞ്ഞാൽ കൊള്ളില്ല. ഇത് കേടാത്ത ബീജം. അതിൽ നിന്ന് ആ ദൈവവൈതലെ ഉരുവായിരിക്കുന്നത്. അതെന്ന് പറയുന്ന ആരാ? ആദിയിൽ വചനമാകുന്ന വിത്തുണ്ടായിരുന്നു. ആ വചനമാകുന്ന വിത്ത് ദൈവമായിരുന്നു. ആ ദൈവത്തിൽ നിന്നാണ് നീ ഉരുത്തിരിഞ്ഞതെങ്കിലും നീ ഒരു കാലത്തും കുലുങ്ങി പോകത്തില്ല. ഇന്ന് രാത്രി നീ എങ്ങനെ ജനിച്ചെന്ന് അറിവാണ് നിനക്ക്. അവൻ ആരാ നിന്നെ ഉണ്ടാക്കിയെന്ന് അറിവാണ്. നിന്റെ ഏത് ബ്രാൻഡാണെന്ന് ഓർമ്മ വേണം. നിന്റെ ബ്രാൻഡിനെ കുറിച്ച് അറിവില്ലെങ്കിൽ പ്രയോജനമില്ല. നീ ഉണ്ടാക്കിയത് കേടില്ലാത്ത ഈ ലോകത്തിലെ അപ്പന്റെ ബീജത്തിൽ കൂടി നമ്മൾ കണ്ടു. വചനം വൈകി ഞാൻ ഉൽപ്പത്തി നോക്കുമ്പോൾ ഉൽപ്പത്തി ഇത് തന്നെയാ. ദൈവം മണ്ണുകൊണ്ടുണ്ടാക്കി ശ്വാസമൂതി എന്നൊരു കൽപ്പന കൊടുക്കുക. ഒന്നാമത്തേത് വർദ്ധിച്ചു പെരുക. സത്യവും റൂൾ സകലത്തിന്റെയും എന്ത് ഇന്ന് നമ്മളാണോ വാഴുന്നത്? നമ്മുടെ പ്രശ്നങ്ങളാണ് നമ്മളെ വാഴുന്നത് അല്ലേ? അത് പറയുമ്പം ദൈവമില്ലേ പ്രശ്നം. മനുഷ്യനോട് പ്രശ്നങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. പിശാചിനെ കുറിച്ച് പേടിക്കണം, പിശാചിനൊന്നും പറഞ്ഞല്ലോ. കാരണം ദൈവത്തിന് നീ സ്ട്രെസ് എടുക്കണ്ട. നന്മ
വിഷം വെച്ചു, വേണമെങ്കിൽ ദന്തങ്ങളുടെ വിഷമുണ്ട്, നീ അങ്ങോട്ട് നോക്കണം, നന്മയും തിന്മയും ഞാനാകട്ടടാ. ഞാൻ ഇടാതൊക്കെ പറയാൻ ശ്രദ്ധിച്ചോളാം, ജസ്റ്റ് അതിനു വേണ്ടി പറയുന്ന ലെറ്റ് മീ ബി യുവർ ഗുഡ് ആൻഡ് ഈവിൾ. നമ്മൾ നന്മയും തിന്മയും തപ്പി കിടക്കുക, അതുകൊണ്ട് എന്തുവാ സ്വസ്ഥതയോട് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. വചനം മായമില്ലാത്തവൻ പറയും, മോനെ നീ വിഷമിക്കുന്ന നന്മയും തിന്മയും വിശ്വാസം നടക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ പലരും തുറന്നു ചെയ്യാത്ത? കാരണം നന്മയും തിന്മയുടെ ഭയമുണ്ടാകും. കർത്താവിന്റെ ആഗ്രഹം ലെറ്റ് ഗോഡ് ബി യുവർ, എന്ത് പറയാ, യുവർ റൂൾ ഓഫ് യുവർ പ്രോബ്ലം. Don't look at good or evil. That's none of your business. I am your good and evil. അതാ വചനം, പ്യൂർ വചനം. പക്ഷെ ഒരുത്തൻ കയറി, വിത്തിനെ കെടുത്ത് കളയുന്ന കള്ളൻ കയറി ഒറ്റയ്ക്ക് കൊണ്ടോട്ട് പറഞ്ഞു. തുടങ്ങുന്ന വിത്തിനെ പറഞ്ഞുകൊണ്ടാ തുടങ്ങുന്നത്. വാസ്തവമായി പറഞ്ഞിട്ടുണ്ടോ അല്ലേ? വചനത്തെ അറ്റാക്ക് ചെയ്ത വിത്തിനെ കെടുത്തിയാ തുടങ്ങുന്നത്. ഇന്ന് രാത്രി ഉപദേശത്തെ കെടുത്തി ആത്മാവിൽ കേടില്ലാത്ത വിശ്വാസികളായി വളരാൻ അനുവദിക്കാതെ നിന്നിൽ വീഴുന്ന വചനത്തെ കെടുത്തു കളയുന്ന ദുഷ്ടപിശാച് അത് കയറി കഴിഞ്ഞപ്പോഴാണ് സ്ത്രീ പഴത്തെ, ഇതിനു മുമ്പ് പഴം കണ്ടില്ല, എത്രയോ ദിവസം പഴം കാണുന്നുണ്ട്. ആ പഴം കാണുന്നുണ്ട്, തിന്നാൻ തോന്നിയിട്ടുണ്ടോ? വചനം ദൈവം പറഞ്ഞു. ഇപ്പൊ ചോദിക്കുന്നത് എന്തുവാ? ഇത് തിന്നരുത്, തിന്നുന്ന നാളിൽ ദൈവത്തിന്റെ സത്യവചനം പറയാൻ നീ മരിക്കും. പിന്നെ നിന്റെ സ്ട്രെസ് വളരും, നീ പ്രശ്നം നിന്നെ വാഴാതുള്ളൂ, നീ മരിക്കും. ഇപ്പൊ നന്മ തിന്നെ അറിയാം, തിന്മ വരല്ല, നീ കൺട്രോൾ ചെയ്യാൻ നിന്റെ കയ്യിൽ കൺട്രോൾ എടുക്കുക. പിന്നെ ആ കൺട്രോൾ അനുസരിച്ച് പോകാതെ വരുമ്പോ നീ ആൻസൈറ്റി ആകുക. അതല്ലേ ലോകത്തിന്റെ പ്രശ്നം. ദൈവം ആഗ്രഹിച്ചെന്തുവാ? ഞാൻ നിന്നെ നന്മ തിന്നെയായിട്ട് മോനെ ഒറ്റ കാര്യം ചെയ്യാതെ പോയി, അതില്ല എന്നെ ട്രസ്റ്റ് ചെയ്യും. ഇത് വിശ്വാസം നടന്നു. അതല്ലേ ആദ്യത്തെ ഉപദേശം. ഭയം നിന്നെ ഭരിക്കരുത്, നീ ഭയത്തെ ഭരിക്കണം. അതല്ലേ വചനം. അവിടെ കയറി കലൻ വിത്തിനെ കെടുത്തു. തുടങ്ങിയത് ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട, വചനത്തോട് അറ്റാക്ക് ചെയ്താൽ അല്ലേ? എന്താ ഞാൻ പറയും, വചനം ട്രാൻസ്ഫോമർ ആണെന്ന അത്ഭുതമാണ്. അവിടെ കയറി വചനത്തെ കയറി കുത്തി അതിന് മായം ചേർത്ത് കഴിഞ്ഞപ്പോ, അല്ലല്ല അങ്ങനല്ല, ദൈവത്തിന് അറിയാം നീ ആരെ പോലാവും. ദൈവം പറഞ്ഞ വചനത്തിനകത്തേക്ക് മായം കുത്തിവെച്ചിട്ട് നോക്കണം. വചനം തന്നെ എന്ന ലക്ഷ്യം ദൈവത്തെ പോലെ ആകണം. വചനമായത് കഴിക്ക അല്ലേ? ഇന്ന് പല ഉപദേശങ്ങൾ നിങ്ങൾ പറയുമ്പോൾ പാസ്റ്റർമാരുടെ പ്രസംഗം തന്നെ ശ്രദ്ധിച്ചോണം. ആവശ്യമില്ലാതെ ഒന്ന് നിന്നെ എക്സൈറ്റഡ് ആക്കിയിട്ട് നിന്റെ സ്വസ്ഥ വിട്ട് വരും. പിശാചിന്റെ തന്ത്രം ഞാൻ കാണിക്കുക. യേശുവിനെ നിങ്ങൾ നോക്കിയാൽ മതി. യേശു അപ്പം തിന്നുന്നത് ജയിച്ചു കഴിഞ്ഞപ്പോ അടുത്ത പുള്ളി അങ്ങോട്ടാ കൊണ്ടുവന്നറിയാം, ദേവാലയത്തിന്റെ. യേശു ചാടിയോ? ഒത്തിരി പാസ്മാർ നിന്നെ ഇളക്കി ചാടിക്കാൻ നോക്കുമ്പോൾ ചാടരുത്. ഇവിടെ അവനുണ്ട്, അവിടെ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോ വാചകം എല്ലായിടത്തും ദൈവാത്മാവ് ആയിരിക്കത്തില്ല ഭരിക്കുന്ന ഓർത്തോളം സത്യവചനത്തിൽ നിന്നാ പറയുന്നത്. വീഴുന്ന വ്യക്തി എങ്ങനെയാണെന്ന് ഓർക്കാൻ നമുക്ക് എഴുന്നേക്കാൻ സമയം പോലുണ്ട്. ഒത്തിരി കൊണ്ട് പറയുന്നത് അവൻ സ്വപ്നം ചെയ്യും. ഞായറാഴ്ച ഇതെല്ലാം രാവിലെ വരുന്നപ്പോ ഈ വചനം ഇങ്ങനെ ഒഴുകുക. കർത്താവേ എന്തൊരു അത്ഭുത വചനം ഇത്. ചിന്തിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം ഈ വിത്തിനെ കുറിച്ച് പറയുമ്പോൾ പരീക്ഷന്മാരുടെ പുളിച്ചമാവ് ഇവിടെ വന്നിട്ട് പാരമ്പര്യങ്ങൾ. അയ്യോ, യേശുവോട് പറയാ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ, കപടഭക്തി സൂക്ഷിച്ചോ. ഇവിടെ വരുമ്പോ പിന്നെ ഉദ്ദേശം ശരിയാണല്ലോ. കാരണം പാരമ്പര്യങ്ങൾ കേട്ടിട്ട് സത്യവചനം മാറ്റിയിട്ട് അപ്പനെ അമ്മയെ ബഹുമാനിക്കണ കുർബാൻ എന്ന് പറഞ്ഞാൽ മതി, എല്ലാം ഓക്കെ ആയി. എടാ രക്ഷിക്കപ്പെടണം, ഒന്ന് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണം. അതാ കൊച്ചുകുഞ്ഞാലും പോയി തലയോട്ട് വെള്ളം ഒഴിച്ചാൽ മതി, രക്ഷിക്കപ്പെടണം. അതിന് ഞാൻ തലപ്പൊട്ടൊപ്പനെ ആക്കാം, ആ പുള്ളി പറഞ്ഞാൽ മതി. പാരമ്പര്യം കയറി വന്നിട്ട് ദൈവത്തിന്റെ ജീവനുള്ള വചനത്തെ മായമാക്കി കളയുന്നില്ലേ? എന്നിട്ട് അതിനു വേണ്ടി പാരമ്പര്യത്തിനുകൊണ്ട് ദൈവം കർത്താവ് ചോദിക്കുക, നിങ്ങളുടെ പാരമ്പര്യം കൊണ്ട് ദൈവകൽപ്പനയായിരിക്കുന്നത് വീഴുന്ന വ്യക്തി ശരിയല്ലെങ്കിൽ വളരും. സമയം വലിയ സമയമാണ്, 23 വർഷമായിട്ടുണ്ട്. വിത്ത് വിട്ട് മാറി നീ എന്ത് ചെയ്താൽ ആര് കെയർ ചെയ്യുന്നു? നീ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കും. കർത്താവ് പറയും,
ഞാൻ നിന്നെ ഒരു നാളും എല്ലാവർക്കും ഒരു ഗാനം പാടി പ്രാർത്ഥിപ്പിന്